وأظلنا شهر السلام ضيف يزور بكل عام فإذا أهل هلاله في الكون ينحسر الظلام. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ, പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. റമളാനിലെ ഏതൊരു സൽക്കർമ്മങ്ങൾക്കും എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത പ്രതിഫലമാണ് നമ്മുടെ റബ്ബ് നോമ്പുകാർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട സൽക്കർമ്മമാണ് ദാനധർമ്മം നൽകുക എന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കൽ എല്ലാ കാലത്തും പുണ്യമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ അത് റമളാൻ മാസത്തിലാകുമ്പോൾ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഔദാര്യവാനായിരുന്നു, ദാനധർമ്മം നൽകുന്നവനായിരുന്നു പരിശുദ്ധ റമളാനിലെന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവിടുന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഖാല കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും ദാനധർമ്മം നൽകുന്നവനായിരുന്നു. വ അജ്വദു മാ യകൂനു ഫി റമളാൻ ഹീന യൽഖാഹു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി സംഗമിക്കുമ്പോൾ, റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി സംഗമിക്കുമ്പോൾ അങ്ങേയറ്റം ഔദാര്യവാനായിരുന്നു, ദാനം നൽകുന്നവനായിരുന്നു. വകാന ജിബ്രീലു അലൈഹിസ്സലാം യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ. റമളാനിൻ്റെ എല്ലാ രാത്രിയിലും ജിബ്രീലുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംഗമിക്കുമായിരുന്നു. മാത്രമല്ല ഫയുദാരിസുഹുൽ ഖുർആൻ, ഖുർആൻ പാഠങ്ങളുടെ പരിശോധന അവിടുന്ന് നിർവഹിക്കുകയും ചെയ്യുമായിരുന്നു. ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദു ബിൽ ഖൈരി മിന റീഹിൽ മുർസല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റമളാനിൽ കണ്ടുമുട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ അവിടുന്ന് ഔദാര്യവാനാകുമായിരുന്നു, അഥവാ അങ്ങേയറ്റം ദാനധർമ്മം നൽകുമായിരുന്നു എന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, റമളാൻ മാസത്തിൽ ചെയ്യുന്ന ദാനധർമ്മത്തിന് വലിയ മഹത്വമുണ്ടെന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളും ആ ഒരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരായി നമ്മൾ മാറണം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹീമിൻ്റെ 31-ാമത്തെ വചനത്തിൽ കാണാം, ഖുൽ ഇബാദിയല്ലദീന ആമനൂ യുഖീമുസ്സലാത്ത വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖിലാൽ. നബിയെ പറയുക, വിശ്വാസികളായ എൻ്റെ അടിമകളോട് പറയുക, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുവാനും അതേപോലെ തന്നെ യാതൊരു ക്രയവിക്രയവും ചങ്ങാത്തവും നടക്കാത്ത ഒരു ദിവസം വരുന്നതിന് മുമ്പായിക്കൊണ്ട് രഹസ്യമായിക്കൊണ്ടും പരസ്യമായിക്കൊണ്ടും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നതിനു വേണ്ടി വിശ്വാസികളായ അടിമകളോട് നബിയെ പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, വിശ്വാസികളുടെ ഗുണം പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ. രാത്രിയും പകലിലുമായിക്കൊണ്ട് രഹസ്യമായിക്കൊണ്ടും പരസ്യമായിക്കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണവർ. ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലവും അവർക്ക് നാളെ പരലോകത്ത് ഭയപ്പെടേണ്ടി വരികയില്ല, അതേപോലെ തന്നെ അവർ ദുഃഖിക്കുകയും ചെയ്യേണ്ടി വരില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്.
അതേപോലെ തന്നെ 3-ാം അധ്യായം സൂറത്തു ആലുമറാനിൻ്റെ 134-ാമത്തെ വചനത്തിലും നമുക്ക് കാണാം, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, പ്രയാസങ്ങളുണ്ടാകുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണവർ. വൽകാദിമീനൽ ഗൈദ്, ദേഷ്യം വരുമ്പോൾ അതിനെ അടക്കി പിടിച്ചു നിർത്തുന്നവരും. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരും. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇങ്ങനെയുള്ള നല്ല നല്ല സൽക്കർമ്മങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എത്രയാണ് നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നത് എങ്കിൽ നമ്മൾ കഴിവിൻ്റെ പരമാവധി ചെലവഴിക്കുന്നവരായി മാറുക. അതേപോലെ തന്നെ എത്രയാണ് സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ, വിശുദ്ധ ഖുർആൻ പാരായണമായിട്ടും സുന്നത്ത് കർമ്മങ്ങളായിട്ടും എത്രയാണ് നമുക്ക് മുന്നേറാൻ സാധിക്കുന്നത് എങ്കിൽ ആ നിലക്കെല്ലാം നമ്മൾ മുന്നേറുക. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. وأظلنا شهر السلام ضيف يزور بكل عام فإذا أهل هلاله في الكون ينحسر الظلام في الكون ينحسر الظلام ونفوسنا